മാലതി, മാലതി, അച്ഛന് കഞ്ഞി കൊടുത്തോ? ഗോപിക്കോ? ചേട്ടനെന്ന് ഉച്ചവരെ കോളേജിലോ? ആ, നീ കഞ്ഞി കുടിച്ചോ? കുടിച്ചു. പിന്നെ മാലതി, അച്ഛന്റെ കിടക്ക ഇന്നെങ്കിലും ഒന്ന് വെയിലത്തിരണം, അല്ലെങ്കിൽ ഞാൻ പോയടനെ വീക്കിലി വായിച്ചിരുന്നു. തുടങ്ങി സുഭാഷിതം. എന്താ മാലതി നീ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. അതിന് നീ ശബ്ദം ഉണ്ടാക്കുന്ന എന്തിനാ? ഞാൻ പറയുന്നൊന്നും നിനക്ക് പിടിക്കില്ല കുട്ടി. ഞാൻ കുട്ടിയൊന്നുമല്ല. ഓ, നീ വളർന്ന് യുവതിയായിപ്പോയി. എന്നാലും നീ എനിക്ക് കുട്ടി തന്നെ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കമ്മയില്ല. നമുക്കെന്ന് വെച്ചാൽ എനിക്കമ്മയില്ല. നിനക്കും ഗോപിക്കും അമ്മയുണ്ട്. നിങ്ങൾക്ക് അമ്മയില്ലാത്ത ദുഃഖം തോന്നരുതെന്ന് കരുതിയാണ് ഞാൻ ഓരോ നിമിഷവും ജീവിക്കുന്നത്. ഞാൻ രാപകൽ അധ്വാനിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല. ഞാനും ഇവിടെ ഇരുന്ന് കളിക്കൊന്നുമല്ല എന്ന് ചേച്ചി പറഞ്ഞു. ഓഫീസിൽ ഇരുന്നാൽ പോലും നിങ്ങൾ ഉണ്ടോ ഉറങ്ങിയോ എന്ന് ഞാൻ ആലോചിക്കും. അതിനിപ്പോ ഞാൻ എന്ത് വേണം? ചേച്ചിയുടെ മനസ്സുകൂടി അടിച്ചുവരിയിടാൻ പറ്റും. ആ, നീ ഇത് പറയണം. എന്താ മോളെ വഴക്ക്? വഴക്കൊന്നുമില്ല ചാ. മാലതി എവിടെ? എന്താണ് ചാ? മോളിങ്ങോട്ട് വാ, മോളിങ്ങോട്ട് വാ. എന്തിനാ മോളെ ചേച്ചിയോട് എപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടണത്? നമുക്ക് വേണ്ടിയല്ലേ അവൾ ഈ പാടൊക്കെ പെടണത്. ഇളയ സഹോദരങ്ങൾക്ക് ചോറ് കൊടുക്കേണ്ടത് മൂത്തവരുടെ ചുമതലയാ. ഞാനായിരുന്നു മൂത്തവളെങ്കിൽ ഞാനും ചെയ്യും. പക്ഷെ ഇത് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാ? മോളെ ഗുരുത്വമായിട്ട് പെരുമാറണം കേട്ടോ. നിനക്ക് എന്തായി സംഭവിച്ചത്? വിവാഹക്കാര്യം വന്നിട്ടും വേണ്ടാന്ന് പറഞ്ഞവളാണ് അവള്. ആ ഒരു ഓർമ്മ വേണം മോളെ. നേരം അയച്ച ഞാൻ ഇറങ്ങുന്നു. പോ മോളെ. അറ്റൻഡൻസ് രജിസ്റ്റർ കുറച്ച് നേരത്തെ വരണം. അതങ്ങ് അകത്ത് പോയി 10 അടിക്കുമ്പം അറ്റൻഡൻസ് ബുക്ക് അകത്ത് കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നു. കൃത്യം 10 ഞാൻ അതങ്ങ് അകത്ത് കൊടുക്കും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ? അറ്റൻഡൻസ് രജിസ്റ്റർ ഇങ്ങു കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അതെ, അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷമിക്കണം സർ, ബസ് കിട്ടിയില്ല. ഒരു ബസിന്റെ സൗകര്യം നോക്കി ഓഫീസ് വർക്ക് നീങ്ങിയാൽ മതിയോ? മേലാൽ താമസിക്കില്ല. വീട്ടിൽ കുറച്ച് പ്രാരാബ്ധങ്ങളൊക്കെ ഉണ്ട്. വീട്ടുകാര്യങ്ങളും നോക്കിയിട്ടേ വരാൻ തരപ്പെട്ടുള്ളൂ. അമ്മയില്ലേ? ഇല്ല സർ. അച്ഛനുണ്ടല്ലോ. അസുഖമായിട്ടിരിക്കുകയാണ്. പിന്നെ ഇളയ കുട്ടികളെ ഉള്ളൂ. ഐ എം സോറി. ഒപ്പിടാൻ ഇത്ര സമയമോ? ഈ സമയം കൊണ്ട് ഒരു മാസ് പെറ്റീഷൻ ഒപ്പിടിക്കാമല്ലോ. വീട്ടുകാരെല്ലാം ചോദിക്കണ്ടേ സ്വാമി? ശിവ ശിവ, എന്തെല്ലാം കാണണം നമ്മുടെ തലയിലെടുത്ത്. ഭാര്യ മരിച്ചിട്ട് 2-3 വർഷം ആയില്ലേ? പക്ഷെ സ്വാമി, ഒരു ഹെഡ് ക്ലാർക്ക് എന്നുള്ള നിലയ്ക്ക് സ്വാമി ഇതൊന്നും അനുവദിക്കാൻ പാടില്ല. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നാം ചെന്നാൽ 1 മിനിറ്റ് തന്നെ സംസാരം. മാറ്റർ ഓഫ് ഫാക്ട്. കേട്ടാ സ്വാമി, എന്റെ കൂടെ ഒന്ന് ചിരിച്ചു. ഞാൻ ഒരാട്ടാട്ടിട്ട് ഇങ്ങ് ഇറങ്ങിപ്പോന്നു. ഈ പെണ്ണിനോട് അതൊന്നും പറ്റില്ല. രജപുത്ര വനിതയല്ലേ? കഴിയുന്നതും നേരത്തെ വരാൻ ശ്രമിക്കണം. മനുഷ്യർക്കുണ്ടായിരിക്കേണ്ട മഹത്തായ ഗുണങ്ങളിൽ ഒന്ന് കൃത്യനിഷ്ഠയാണ്. മനസ്സിലായോ? യെസ് സർ. എനിക്കൂടെ ചീത്തപ്പേരുണ്ടാക്കും. എന്താണ് ശങ്കുണ്ണി? പറഞ്ഞെന്നേ ഉള്ളൂ. മിസ് വിമല ഇവിടെ വരണം. എന്താ സർ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. യു സീ, ഞാൻ വന്ന് സെക്ഷൻ ഹെഡാണ്. ഓഫീസ് വർക്ക് സഫർ ചെയ്യരുത്. നമ്മുടെ ടൈപ്പിസ്റ്റ് മിറാണ്ട ഇന്ന് കാഷ്വൽ ലീവാണ്. നിങ്ങൾ ഈ ഡ്രാഫ്റ്റ് മുഴുവൻ ടൈപ്പ് ചെയ്യണം. എന്താ വല്ലതും പറയാനുണ്ടോ?
ഇല്ല സാർ. പത്മനാഭ, ഞാൻ സാറല്ല സ്വാമിയാകുന്നു. യു ആർ ഓൾവേസ് യൂസിംഗ് ദിസ് വേർഡ് സാർ സാർ. എപ്പോ பார்த்தாலும் സാർ സാർ. ഞാൻ സ്വാമിയാണ്, ജെനുവിൻ സ്വാമി. ദാ കൊണ്ടുപോയി ടൈപ്പ് ചെയ്യാം. പ്രേമം മുളയ്ക്കുമ്പോൾ തന്നെ വർക്ക് ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആളാണ് നമ്മുടെ സിസ്റ്റം. ഇനി ജോലിക്ക് ഉത്സാഹം കാണും. താങ്ക് യു ടീച്ചർ, താങ്ക് യു. നോ മെൻഷൻ. ഞാൻ ടീച്ചറല്ല, ക്ലർക്കാണ്. ഓ സോറി, താങ്ക് യു ക്ലർക്ക്. മോളുടെ പേരെന്താ? മൈ നെയിം ഇസ് ബിന്ദു. ബിന്ദു. ബ്യൂട്ടിഫുൾ നെയിം. വാട്ട് ഈസ് യുവർ നെയിം? വിമല. ഓഹോ, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടോ? ഡാഡി, ഹൗ മെനി ക്ലർക്സ് ഇൻ യുവർ ഓഫീസ്? 25. All are ladies. No, no. Ta-ta. വിമല ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണോ? അതെ. എങ്ങനെ ഇരിക്കുന്നു ഉദ്യോഗ ജീവിതം? തിരക്കേടില്ല, പരിചയക്കുറവുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ആ, ഇരിക്കും. അത് പിന്നെ അങ്ങനെയാണല്ലോ. ആട്ടെ, ഓഫീസർ എങ്ങനെ? ചെറുപ്പക്കാരനാണെന്നോ ഭാര്യ മരിച്ച ആളാണെന്നോ ഒക്കെ കേട്ടല്ലോ. നേരാ ചേട്ടാ, നല്ല മനുഷ്യൻ. കാണാനോ അതോ? ചെറുപ്പമാണെന്ന് പറയുക. നല്ല പാകതയും വിവേകമുള്ള പെരുമാറ്റവും. അപ്പോൾ അയോഗ്യനെന്ന് പറയൂ. അതെന്താ അങ്ങനെ പറയുന്നത്? പാകതയും വിനയവും ഒരു ഓഫീസർ കാണിച്ചെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ കീഴ് ജീവനക്കാരുടെ പ്രീതിക്ക് പാത്രമാകുന്നു എന്നാണ്. അങ്ങനെ അയാൾ അയോഗ്യനെന്ന് സാരം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ഓഹോ, 1-2 ആഴ്ച കൊണ്ട് വിമല ഒരു മനുഷ്യനെ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. വല്ലാത്ത കഴിവ് തന്നെ. ഒരു പുരുഷൻ ഒരു പുരുഷായുസ് കൊണ്ട് ഒരു സ്ത്രീയെ മനസ്സിലാക്കുന്നില്ല. സ്ത്രീ ആകട്ടെ ഒരു നിമിഷം കൊണ്ട് പുരുഷനെ ആളെന്ന് മനസ്സിലാക്കുന്നു. സ്ത്രീയെ നമസ്കാരം. പുരുഷൻ പോവുകയാണോ? ആ, ചേച്ചി, ഞാൻ പറഞ്ഞു മറക്കല്ലേ, നിനക്ക് എന്തൊക്കെയാ വേണ്ടത്? ഒരു നല്ല കാര്യത്തിൽ വേണം. പിന്നെ 2 ജാക്കറ്റ്. ആ പിന്നെ പൗഡർ, ലിപ്സ്റ്റിക്, ക്യൂടെക്സ്, ഒരു കീടം കൂടെ വാങ്ങിച്ചു കൊടുക്കും. തലയിൽ വെച്ചോണ്ട് നടക്കാൻ രാജകുമാരിയല്ലേ. ഓ, ഈ ചേട്ടനെന്താ? നീ ചുമ്മാ ഇരിടാ ഗോപി. ആ, നീ പറയടി. എന്താ? എനിക്ക് ഒരു അതൊക്കെ ഇപ്പൊ വേണം. വേണം ചേച്ചി. എല്ലാവരും പതായിടുന്നത്. ശരി, നോക്കട്ടെ. ആ, ഇനി സായിപ്പിന്റെ ലിസ്റ്റ് കേക്കട്ടെ. എനിക്കൊന്നും വേണ്ട. അല്ല, നീ ഇത്ര വേഗം പിടങ്ങിയോ? ഒരു ജവളിക്കടയും സ്റ്റേഷനിക്കടയും അവൾക്ക് വേണം. പിന്നെ ചേച്ചിയുടെ ശമ്പളത്തിൽ എന്ത് ബാക്കി വരാനാ? അതൊന്നും നീ അറിയണ്ട. നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് പറയണം. എന്റെ കാട്ടൺ പാന്റ് അലക്കി തേച്ച് മുടിഞ്ഞു. ഒരു ടെർലിൻ പാന്റ് കിട്ടിയാൽ അതിനൊക്കെ വലിയ വിലയല്ലേടാ. നമ്മുടെ കൊക്കി ഒതുങ്ങുന്നത് കൊത്താവോ മോനെ. ഞാനൊന്നും പറയുന്നില്ല. എല്ലാവർക്കും എന്നെ കൊണ്ടല്ലേ ഉപദ്രവം. ഓഫീസിൽ നിന്നും വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകാം. അതുപോലെ ഒരു സിനിമയും കാണും ചേച്ചി. എത്ര നാളായി ഒരു സിനിമ കണ്ടിട്ട്? ആ, പോകാം. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്? അച്ഛനൊന്നും വേണ്ടേ? ഒന്നും വേണ്ട മോളെ, നിങ്ങളൊക്കെ സന്തോഷമായിരുന്നാ മതി. അതാണ് അച്ഛന്റെ ഏറ്റവും വലിയ തൃപ്തി. പിന്നെ മോളെ, ആ പണിക്കര് വൈദ്യരെ കണ്ട ഞാൻ അന്വേഷിച്ചായിട്ട് പറയണം. കയ്യിനും കാലിനും ഒക്കെ വല്ലാത്ത തരിപ്പ്. വാദത്തിന്റെ ആരംഭമായിരിക്കും. പറയാം അച്ഛ. ഞാൻ പോട്ടെ. ഓ മോളെ.